വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി നമുക്ക് ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി നമുക്ക് ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് മാനുവലി ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ വേസ് ഉണ്ട്. അപ്പോൾ ആ ബെറ്റർ വേസ് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ വാട്ട് ഈസ് ഇറ്റ് ഒരു സ്പ്രൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. 2Dയിൽ പോവാം. നമുക്ക് 2Dയിൽ എന്തെങ്കിലും സ്പ്രൈറ്റ് ഷേപ്പ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ സ്പ്രൈറ്റ് ഷേപ്പ് പ്രൊഫൈലിനായിരുന്നു നമുക്ക് ലിമിറ്റേഷൻ കൊടുക്കുന്നത്, അതായത് ഗ്രൗണ്ടിൽ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ നമ്മൾ കണ്ടില്ലേ, ഈ ഹിൽ ക്ലൈംബ് റേസിങ്ങിൽ ഗ്രൗണ്ട് പ്രോഗ്രസീവ് ആയിട്ടാണ് പോകുന്നത്. ബട്ട് ആ പ്രോഗ്രസീവ് ആയിട്ട് ഗ്രൗണ്ട് നമുക്ക് മാനുവലി ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ ഈ ടെക്സ്ചർ ഫില്ല് നമ്മൾ എന്താക്കും, നമ്മളെ സ്പ്രൈറ്റ്സ് എടുക്കാം. സ്പ്രൈറ്റ്സ് എടുത്ത് ഈ സ്പ്രൈറ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രൗണ്ട് ഇട്ട് ഇത് ഡിലീറ്റ് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ അതിന് പകരം ഒരു പുതിയത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൗണ്ട് കാണാം. എങ്ങനെ വെച്ചാൽ ആ ഗ്രൗണ്ട് അങ്ങനത്തെ ഉണ്ടാവും. നമുക്കൊരു ലിമിറ്റ് എടുക്കാം. അപ്പോൾ -70 ടു എൻ്റെ 70 ടു -70. സോ അപ്പോൾ ഇതിൻ്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ടോ, ഒരു മൂവ്മെൻ്റ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മഡോ ലൈക്ക് ആ ഗ്രാസ് നമ്മൾ കൊടുത്ത ആ മെറ്റീരിയൽ വരില്ല. സോ അതാണ് അവിടെ ഉണ്ടാവുക. സോ നമുക്ക് ഇനി ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ ക്രിയേറ്റ് 2D ഒബ്ജക്റ്റ് സ്പ്രൈറ്റ്സ് അല്ല, അവിടെ പോയി സ്പ്രൈറ്റ് ഷേപ്പ് ഒരു ക്ലോസ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ക്ലോസ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഗ്രൗണ്ടിന് വിളിക്കാം. ഗ്രൗണ്ടിന് വിളിച്ച് നമ്മളിത് ലെയറും കൂടെ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്ത് ഗ്രൗണ്ടിന് കൊടുക്കാം. ഓക്കെ, സോ ഗ്രൗണ്ടിൽ നിന്ന് അസൈൻ ചെയ്യണം, അത് മറക്കരുത്. ഇനി നമുക്ക് ഇവിടെ ഈ സ്പ്രൈറ്റ് ഷേപ്പ് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രാസ് വരുന്നില്ല. അപ്പം ഈ 2 പോയിൻറ്റ്സിൽ ഈ എഡിറ്റ് സ്പ്ലൈൻ ക്ലിക്ക് ചെയ്യാം. ഈ 2 പോയിൻറ്റ്സ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാൻജൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാസ് വന്നു. ഇനി അതേപോലെ നമ്മൾ ഇവിടെയും കൊടുത്ത് ടാൻജൻറ്റിന് ലീനിയർ ആക്കി. സോ അവിടെ ഗ്രാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഈ ഗ്രാസ് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് നമുക്ക് എന്താ പറയുക, ഇത് പുതിയ പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്കിത് മൂവ് ചെയ്ത് പുതിയൊരു ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്കൊരു പുതിയ സംഭവം ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് നമുക്കെന്താ ഒരു പുതിയ ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു ഗ്രൗണ്ടിൽ തന്നെ ഒരു ആഡ് സ്ക്രിപ്റ്റ് കൊടുത്തു. ഗ്രൗണ്ട് കൺട്രോളർ. ഓക്കെ, ഗ്രൗണ്ട് കൺട്രോളർ എന്നുള്ള സ്ക്രിപ്റ്റ് കൊടുത്തു. ഇനി ഇത് നമ്മൾ കുറച്ച് കോൺസെപ്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവണമെന്നില്ല, ബിക്കോസ് ഇതിൽ പേർലി നോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് റാൻഡം ആയിട്ട് വാല്യൂസ് അസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് പേർലി നോയ്സ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്താക്കാം, ഫസ്റ്റ് തന്നെ ഒരു യൂസിങ് ഒരു ഹെഡർ ഫയൽ വേണം. യൂണിറ്റി എൻജിൻ U2D കൊടുത്ത്. സോ U2D കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കൺട്രോളറിൽ കുറച്ച് സംഭവങ്ങൾ കൊടുക്കണം. നമുക്ക് ഫസ്റ്റ് തന്നെ എക്സിക്യൂട്ട് ഇൻ എഡിറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്കിപ്പം നമുക്ക് 2 മോഡ്സ് ഉണ്ടല്ലോ, പ്ലേ മോഡും എഡിറ്റ് മോഡും. ആ പ്ലേ മോഡും എഡിറ്റ് മോഡിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും
ലൈക്ക് ചേഞ്ച് എഡിറ്റ് മോഡിൽ വന്നാൽ പ്ലേ മോഡിൽ മാത്രം കാണാം. പക്ഷെ നമുക്ക് ആദ്യം കാണാൻ വേണ്ടിയിട്ടാണ് എക്സിക്യൂട്ട് ഇൻ എഡിറ്റ് മോഡ്. ഓക്കെ ഓക്കെ, നൗ ലുക്സ് ഗുഡ്. ഇനി നമുക്ക് കുറച്ച് ഒരു പബ്ലിക് സ്പ്രൈറ്റ് ഷേപ്പ് കൺട്രോളർ, ഞാനതിന് സ്പ്രൈറ്റ് ഷേപ്പ് കൺട്രോളർ എന്ന് തന്നെ കോൾ ചെയ്തു. ഇനി ഒരു സ്ക്വയർ ബ്രാക്കറ്റ്സിൽ നമുക്ക് ഒരു റേഞ്ച് കൊടുക്കണം. റേഞ്ച് നമുക്ക് 3F, 100F എന്ന് കൊടുത്തു. ഓക്കെ, റേഞ്ച് കൊടുത്തു. ഇനി ഒരു പബ്ലിക് വാല്യൂ കൊടുക്കണം. ഒരു പബ്ലിക് ഇൻറ്റിജർ മതി. എന്നിട്ട് നമുക്ക് എന്താ കൊടുക്കുക, ലെങ്ത് കൊടുക്കണം. അപ്പം ഗ്രൗണ്ടിനൊക്കെ ഞാനിപ്പം G എന്നാണ് കൊടുക്കുക. അപ്പോൾ G അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെങ്ത്ത് ഞാനിപ്പോൾ 10 കൊടുത്തു. നമുക്ക് ചേഞ്ച് ചെയ്യാം, കസ്റ്റമൈസ് ചേഞ്ച് ചെയ്യാം. സോ ഇനി ഞാൻ ചെറിയൊരു ടൈപ്പ് ചെയ്യാണ്, ടൈപ്പ് ചെയ്യാൻ എനിക്ക് വയ്യ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കും, റേഞ്ച് 1F ഈക്വൽ ടു ഒരു 50 എടുത്തു. നമ്മൾ അതിൽ എന്താ പറയുക, പബ്ലിക് ഫ്ലോട്ട് കൊടുക്കണം. പബ്ലിക് ഫ്ലോട്ട് എക്സ് മൾട്ടിപ്ലയർ എന്താ പറയുക, പബ്ലിക് ഒരു 5F കൊടുത്തു. നമുക്ക് ശരിക്കും വാല്യൂസ് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, ഞാൻ പിന്നെയും പേസ്റ്റ് ചെയ്തു. ഇതിനും ഇതേപോലെ തന്നെ 1 to 50 പബ്ലിക് ഫ്ലോട്ട് y മൾട്ടിപ്ലയർ 5F കൊടുത്തു. ഇനി നമുക്ക് ലാസ്റ്റ് ഇതൊരു റേഞ്ച് കൊടുക്കണം. റേഞ്ചിന് നമുക്കൊരു വാല്യൂ 0 to 1, സിമ്പിൾ 0 to 1. ഇത് നമുക്കൊരു പബ്ലിക് ഫ്ലോട്ട് സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം കർവ് സ്മൂത്ത്നെസ് ഇസിക്കൽ ടു 0.5F കൊടുത്തു. ഇനി നമുക്ക് ഒരു നോയ്സ്, അതായത് റാൻഡമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് ഫ്ലോട്ട് നോയ്സ് സ്കെയിൽ, അല്ലെങ്കിൽ നോയ്സ് സ്കെയിൽ ഇസിക്കൽ ടു 1F എന്ന് കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ 0.5 കൊടുക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് നമുക്കൊരു ഇനി ബോട്ടമിനും കൂടി നമുക്ക് ആ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യണം. പബ്ലിക് ഫ്ലോട്ട് ബേസ് ഹൈറ്റ് കൊടുക്കാം. ബേസ് ഹൈറ്റിന് ഞാനിപ്പോൾ ഒരു 10F കൊടുത്തു. ഇനി ലാസ്റ്റ് ഒരു വെക്ടർ 3, അത് പൊസിഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് വെക്ടർ 3 ലാസ്റ്റ് പോസ്. ഇനി നമുക്ക് ഈ സ്റ്റാർട്ടിന് പകരം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം നമ്മളൊരു വാലിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. ഈ വാലിഡേറ്റും സ്റ്റാർട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ, വാലിഡേറ്റിൽ നമ്മൾ എന്തൊക്കെ എഡിറ്റ് ചേഞ്ച് വരുത്തുന്നോ അത് നമ്മൾ പ്ലേ മോഡിൽ പോകാതെ ഓൺ ടൈം എഡിറ്ററിൽ, നമ്മൾ ഓൾറെഡി എഡിറ്ററിലാണ് സംഭവങ്ങൾ ചേഞ്ചസ് കാണിക്കുന്നത്. ബട്ട് ആ വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ എഡിറ്ററിലും വാല്യൂ ചേഞ്ച് ആണ്. അപ്പോൾ അതിനെന്താക്കും, പബ്ലിക് ഓൺ വാലിഡേറ്റ്. ഓക്കെ, ഓൺ വാലിഡേറ്റ് വന്നു. ഇനി നമുക്കെന്താ, ഓക്കെ, സ്പ്രൈറ്റ് ഷേപ്പ് കൺട്രോളർ sprite shape controller. Yeah, sprite shape controller. Sprite shape controller dot spline is equal to clear. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ ക്ലിയർ ചെയ്തിട്ട് ഇനി ഇതാണ് നമുക്ക് വേണ്ടത്. അത് ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു ഐ ഡിക്ലെയർ ചെയ്തില്ല, ഇൻറ്റ് ഐ ഈക്വൽ ടു 0, ഇൻറ്റ് ഐ ഈക്വൽ ടു 1, ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ ഗ്രൗണ്ട് ലെങ്ത് കൊടുത്തു. എന്നിട്ട് ഐ
പ്ലസ് പ്ലസ് നമ്മൾ നോർമൽ ഫോർ ലൂപ്പ്. ഈ ഫോർ ലൂപ്പിനുള്ളിൽ നമുക്ക് സ്പ്ലൈൻ്റെ വാല്യൂസ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് സ്പ്രൈറ്റ് ഷേപ്പ് കൺട്രോളർ ഡോട്ട് സ്പ്ലൈൻ ഡോട്ട് സെറ്റ് ടാൻജൻറ്റ് മോഡ്. അതിൽ നമുക്ക് ഐ കോമ ഷേപ്പ് ടാൻജൻറ്റ് മോഡ്. ഇതൊക്കെ ഓൾറെഡി പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് യൂണിറ്റിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് നമ്മളിപ്പം ചെയ്യുന്നതിനനുസരിച്ച് അത് വരും, പഠിക്കേണ്ടതാണ്. സോ കണ്ടിന്യൂസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഒന്ന് കഴിഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് പിന്നെയും സ്പ്രൈറ്റ് ഷേപ്പ് കൺട്രോളർ ഡോട്ട് സ്പ്ലൈൻ ടാൻജൻറ്റ് നമുക്ക് ഡോട്ട് സെറ്റ് ലെഫ്റ്റ് ടാൻജൻറ്റ്. ഓക്കെ, ഇതിന് നമുക്ക് എന്താക്കണം, ഐ കോമ വെക്റ്റർ 3 ഡോട്ട് ലെഫ്റ്റ് ഇൻറ്റു എക്സ് മൾട്ടിപ്ലയർ കോമ അല്ല ഇൻറ്റു കർവ് സ്മൂത്ത്നെസ് എടുക്കാൻ തന്നെ, അല്ലെങ്കിൽ ഭയങ്കര പോയിൻ്റ് ആവും. കർവ് സ്മൂത്ത്നെസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതേപോലെ തന്നെ നമുക്ക് വൈക്കും വേണം. റൈറ്റ്. ഓക്കെ, ഇനി ലെഫ്റ്റിന് പകരം റൈറ്റ് റൈറ്റ്. ഓക്കെ, നമുക്ക് ഇതിന് സെറ്റായി. ഇനി നമുക്ക് ഈ ഫോർ ലൂപ്പിൻ്റെ പുറത്ത്, ഓക്കെ, ഇനി നമുക്ക് ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ വേറെ സംഭവം കൂടി ചെയ്യണം. അതായത് നമ്മൾ ഒരു ലാസ്റ്റ്, ഓക്കെ നമ്മളിവിടെ ആ സ്മൂത്ത്നെസ്സിൻ്റെ സംഭവങ്ങളാണ് സെറ്റാക്കിയത്. ഇനി ആ സ്മൂത്ത്നെസ്സിന് മുന്നേ നമുക്ക് എന്താക്കണം, ലാസ്റ്റ് പൊസിഷൻ ഈക്വൽ ടു ട്രാൻസ്ഫോം വെക്റ്റർ 3. റൈറ്റ് അല്ല വേണ്ട, ഇതാണ്. ബട്ട് വെക്റ്റർ 3 ന്യൂ വെക്റ്റർ 3 ആണ്. നമ്മളിപ്പം പുതിയ യൂണിറ്റിന് ന്യൂ വെക്റ്റർ 3 എന്ന് പറയാം. ന്യൂ വെക്റ്റർ 3 നമ്മൾ എന്തെങ്കിലും വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ ഇൻറ്റു എക്സ് മൾട്ടിപ്ലയർ ഡോട്ട് മാത്ത് എഫ്. പിന്നെ നമ്മൾ റാൻഡം റോട്ട് റേഞ്ചിന് പകരം ഒരു സിമ്പിൾ കോഡ് പെർലിൻ നോയ്സ്, മാത്ത് എഫ് ഡോട്ട് പെർലിൻ നോയ്സ് 2 ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു ഗ്രിഡിൽ വരുന്നതാണ്. പെർലിൻ നോയ്സ് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പെർലിൻ നോയ്സ് ആണല്ലോ 0, നമുക്ക് വൈ ആക്സസിലല്ലേ ചേഞ്ച് വരുന്നുണ്ട്. ഐ ഇൻറ്റു നോയ്സ്, നമുക്ക് നോയ്സിൻ്റെ വാല്യൂ നോയ്സ് സ്കെയിൽ കൊടുത്തു. ഇനി അത് ബ്രാക്കറ്റ് എക്സ് ആൻഡ് വൈ സെറ്റ് ചെയ്ത് ഇനി അടുത്തെന്താ വൈ മൾട്ടിപ്ലയർ ചെയ്യാം ഇൻറ്റു വൈ മൾട്ടിപ്ലയർ. ഓക്കെ, എക്സും വൈയും സെറ്റാക്കി. ഓക്കെ, അത് സെറ്റായി. ഇനി നമുക്ക് സ്പ്രൈറ്റ്, ഞാൻ ഫസ്റ്റ് ഇത് ചെയ്യേണ്ടതിനും സ്പ്രൈറ്റ് കൺട്രോളർ ഡോട്ട് സ്പ്ലൈൻ ഡോട്ട് ഇൻസേർട്ട് പോയിന്റ്. ഇതെന്ന് പറയുന്നത് നമുക്ക് പോയിന്റ്സ്, റാൻഡം ആയിട്ടുള്ള പോയിന്റ്സ് ഇൻസേർട്ട് ചെയ്യാനുള്ളതാണ്. ഇനിയാണ് നമുക്ക് ശരിക്കും ഇത് ചെയ്യേണ്ടത്. ഇതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റില്ല, ബട്ട് നോ വറീസ്. നമുക്ക് സ്മൂത്ത്നെസ് ഫസ്റ്റ് സെറ്റ് ആക്കിയിട്ട് ഇനി കുറച്ചും കൂടി യൂസ് ചെയ്യും. എഫ് ഐ is not equal to I not equal to 0, I not equal to 0 and അതിൻ്റെ കൂടെ ലൈക്ക് ദ സിമ്പിൾ നമ്മൾ ആൻഡ് എന്ന് പറയുന്നത് അത് രണ്ട് ആൻഡ് ഐ നോട്ട് ഈക്വൽ ടു നമ്മളെ ഗ്രൗണ്ട് ലെങ്ത്
ഗ്രൗണ്ട് ലെങ്ത് -1. സോ ഗ്രൗണ്ട് ലെങ്ത് -1 ആണെങ്കിലാണ് നമ്മളിത് ഇതിനുള്ളിൽ ഫങ്ഷൻ റൺ ചെയ്യിപ്പിക്കാം. സോ യെസ്, Ctrl X Ctrl V. ഇനി നമുക്ക് ലാസ്റ്റ് ഫോർ ലൂപ്പിൻ്റെ പുറത്ത് ചെറിയ ഫങ്ഷൻ കൂടി ചെയ്യണം. സ്പ്രൈറ്റ് ഷേപ്പ് കൺട്രോളർ ഡോട്ട് spline dot insert point at ground length comma new vector 3 last position dot x comma transform like x y z axis ne idu paraya transform dot position dot y also position dot y minus bottom എന്ന് പറയുമ്പോൾ ബേസ് ഹൈറ്റ് ഓക്കെ. ഇനി നമുക്ക് ബേസ് ഹൈറ്റാണ് ഞാൻ കൊടുത്ത ബോട്ടത്തിന്. ഇനി നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രൗണ്ടിൻ്റെ സൈസ് ഡിക്ലെയർ ചെയ്യണം. സോ അടുത്ത് സ്പ്രൈറ്റ് ഷേപ്പ് കൺട്രോളർ ഗ്രൗണ്ട് ലെങ്ത് +1 ഓക്കെ, ഗ്രൗണ്ട് ലെങ്ത് +1 ട്രാൻസ്ഫോം dot position dot x okay, transform dot position dot y okay, this looks good. അപ്പം ഈ സെയിം ഇതാണ് കോഡ് വർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആണോ ഇത് ആക്കുമ്പോൾ തന്നെ നമുക്ക് ഇനി ഇത് വേണ്ട, ഇത് നമ്മൾ എന്താക്കുന്നു ഇങ്ങനെ മൂവ് ചെയ്തിടുന്നു. ഓൾസോ നമുക്കിത് ഗ്രൗണ്ട് ലെങ്ത് എത്ര വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ഗ്രൗണ്ട് എത്ര ലെങ്ത് വേണമെന്ന് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഗ്രൗണ്ട് ലെങ്ത് എക്സിൻ്റെ മൾട്ടിപ്ലയർ, എത്ര കംപ്രഷൻ റേഷ്യോ വേണമെന്ന്, എത്ര വൈ മൾട്ടിപ്ലയർ, എത്ര ലെഗ് ബൾജസ് വേണമെന്ന് ആണോ, ബൾജസ് വേണം, കർവിൻ്റെ സ്മൂത്ത്നെസ് എത്ര വേണം. ഓവർ സ്മൂത്തായി കഴിഞ്ഞാൽ ബോക്സ് ചെയ്യുമ്പോൾ നിങ്ങളൊരു മിഡ് ഗ്രൗണ്ട് പിടിക്കുക, അതിനനുസരിച്ച് വൈയും സെറ്റാക്കുക, അതിൻ്റെ കൂടെ തന്നെ എക്സ് മൾട്ടിപ്ലയറും സെറ്റാക്കി ലെവൽ ലെങ്ത് കുറയ്ക്കുക. സോ ജസ്റ്റ് നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നോയ്സ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് റാൻഡംനെസ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ബേസ് ആയിട്ട് സിമ്പിൾ നമുക്ക് ഈ വൈയിൽ കൂടും. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. അല്ല, നമുക്ക് ഇതിന് വേണ്ടി ഇതിപ്പം നമുക്ക് കൊളൈഡറൊന്നുമില്ല. സോ അതിന് വേണ്ടി നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു കൊളൈഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനാണ് കൊളൈഡേഴ്സിൽ നിങ്ങൾക്ക് എഡ്ജ് കൊളൈഡർ കാണാം. എഡ്ജ് കൊളൈഡർ 2D ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എഡ്ജ് കൊളൈഡർ 2D ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ സെറ്റാവും. നമുക്ക് ജസ്റ്റ് കാണാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക എഡിറ്റ്സിൽ ജസ്റ്റ് ചേഞ്ച് ചെയ്യണം. ബട്ട് അതിൻ്റെ ആവശ്യമില്ല, എഡ്ജ് കൊളൈഡറിൽ തന്നെ നോർമലി പ്രോപ്പർ ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ എഡ്ജ് കൊളൈഡറിൻ്റെ ഓഫ്സെറ്റ് കുറയ്ക്കാം. എക്സ് അല്ല, വൈ ഓഫ്സെറ്റ് കുറച്ച് കുറയ്ക്കാം. കുറച്ച് കഴിഞ്ഞാൽ റിയലിസം ഫീൽ ചെയ്യും. ഓക്കെ, ഓക്കെ നമുക്ക് ഇത് ഓക്കെ. യെസ്, ഇത് മൊത്തം കസ്റ്റമൈസബിൾ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് സെറ്റ് ആക്കേണ്ടത് ഇതിൻ്റെ മൂവ്മെൻറ്റ്സും അതേപോലെ തന്നെ ഓക്കെ ഇത് ചെറിയൊരു ബഗ് ഫിക്സിംഗ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഗ്രൗണ്ട് ലെവൽ റെഡിയാക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ്സ്, ഈ ഒരു റിസ്ട്രെയിൻസ് റെഡിയാക്കാം. ആൻഡ് ഈ റിസ്ട്രെയിൻസ് റെഡിയാക്കുന്നത് അതൊക്കെ നമ്മൾ ലാസ്റ്റിലേക്ക് ബഗ് ടെക്സ്റ്റിംഗ് എന്നുള്ള ഒരു സ്റ്റേജിലാണ് വരിക. ആൻഡ് ഈ റിസ്ട്രെയിൻസ് റെഡിയാക്കുന്ന ടൈം തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി പോയിന്റ് സിസ്റ്റം, അതായത് ഒരു ഫ്യൂവൽ സിസ്റ്റമോ അതേപോലെ ഹെഡൊക്കെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രാഷ് ആകുമ്പോൾ കംപ്ലീറ്റ് ആവുമല്ലോ, അതൊക്കെ ക്രിയേറ്റ് ചെയ്യാം.
So yes, see you guys in the next video.